നമസ്കാരം. കോവിൽക്കടവിൽ പാമ്പാറിലേക്ക് മാലിന്യം ഒഴുക്കുന്നവർക്കെതിരെ കർശന നടപടികൾ വേണമെന്ന ആവശ്യം ശക്തം. കഴിഞ്ഞ ദിവസം മറയൂർ വിഷൻ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. വർഷങ്ങളായി രൂക്ഷമായ കുടിനീർ ക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശമാണ് കാന്തല്ലൂർ പഞ്ചായത്തിലെ കോവിൽക്കടവ്. പാമ്പാറിൽ നിന്നുള്ള വെള്ളമാണ് പ്രധാനമായും ഇവിടുത്തുകാർ ദൈനംദിന ആവശ്യത്തിന് ഉപയോഗിക്കുന്നത്. വേനൽ കടുത്തതോടെ പാമ്പാറിൽ നീരൊഴുക്ക് ഗണ്യമായി കുറഞ്ഞു. നിലവിൽ നാമമാത്രമായി മാത്രം നീരൊഴുക്കുള്ള പ്രദേശത്ത് ഓസുകൾ സ്ഥാപിച്ചാണ് ഇവിടുത്തുകാർ കുടിവെള്ളം സംഭരിക്കുന്നത്. നിരവധി കുടിവെള്ള പദ്ധതികളിലേക്കും വെള്ളമെടുക്കുന്നത് പാമ്പാറിൽ നിന്നാണ്. ഈ സാഹചര്യത്തിലാണ് വൻതോതിൽ മലിനജലം പാമ്പാറിലേക്ക് ഒഴുകി എത്തുന്നത്. മലിനജലം കലർന്ന വെള്ളമാണ് ഇപ്പോൾ പുഴയിൽ നിന്നും ലഭിക്കുന്നതെന്നും മറ്റ് മാർഗങ്ങളില്ലാത്തതിനാൽ തങ്ങൾ ഈ വെള്ളം തന്നെ ഉപയോഗിക്കേണ്ട ഗതികേടിലാണെന്നും നാട്ടുകാർ പറയുന്നു. ആർക്കും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന മലിനജലം ഒഴുക്കൽ അവസാനിപ്പിക്കുന്നതിന് അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതുവരെ യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറെ ഖേദകരം. അതിനിടെ കോവിൽക്കടവിൽ കുടിവെള്ള പദ്ധതി നടപ്പാക്കാത്തത് രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള വടംവലിയുടെ പേരിലാണെന്നാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം. ഈ പ്രശ്നത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാട്ടുകാർ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നും അല്ലാത്തിടത്തോളം കാലം ഇവിടുത്തെ കുടിവെള്ളക്ഷാമം ഇത്തരത്തിൽ തുടരുമെന്നുമാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. വികസന പ്രവർത്തനങ്ങൾ കൊട്ടിഘോഷിച്ച് കൊണ്ടാടുന്ന ഭരണവർഗം ഇവിടെ ഉള്ളപ്പോൾ കേരളത്തിൻ്റെ കിഴക്കേ അറ്റത്ത് ഏറെ സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമായ കോവിൽക്കടവിൽ കുടിവെള്ളം കിട്ടാക്കനിയായി മാറി എന്നതാണ് യാഥാർത്ഥ്യം. വർഷങ്ങളായി പണം നൽകി വാങ്ങുന്ന വെള്ളമാണ് കോവിൽക്കടവിലും സമീപ പ്രദേശങ്ങളിലുമുള്ള വീടുകളിൽ ഉപയോഗിച്ചു വരുന്നത്. ഇതുമൂലം ഇവരിൽ പലരും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇനിയെങ്കിലും തങ്ങളുടെ ദുസ്ഥിതി മനസ്സിലാക്കി പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്നതും മാലിന്യം നിക്ഷേപിക്കുന്നതും തടയാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ.